ലീല മാതാജി കയറിയില്ല, നന്ദിനി മാതാജി കയറിയില്ല, ബിജു പ്രഭു കയറിയില്ല. എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എല്ലാവർക്കും? എന്തോ അറിയാൻ പറ്റും മാതാജി. നമുക്ക് തുടങ്ങാം, അവർ കയറുമായിരിക്കും. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നക്തപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. സുചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീവിശാഖാന്യതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനെ. നമസ്തേ സരസ്വതീദേവേ ഗൗരവാണി പ്രചാരിണേ. നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാഗോവിന്ദ മന്ദിർ ഇസ്മാൻ മംഗലാപുരത്തിന്റെ ഭക്തി സദാചാർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. മാതാജി ഞാൻ കോ-ഹോസ്റ്റ് ആക്കിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കണം അല്ലെ, അങ്ങനെ സമയം എങ്ങനെ നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം. ആവശ്യമില്ലാത്ത ബുക്കുകളും മാഗസീൻസും ഒന്നും വായിച്ച് നമ്മൾ വിലയേറിയ സമയം പാഴാക്കരുത്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന കുറച്ച് വർഷങ്ങളേ ഉള്ളൂ അല്ലേ. ഏറിയാൽ 100 എന്ന് പറയുന്നെങ്കിൽ അത്രയും വർഷമൊന്നും ആരും ജീവിച്ചിരിക്കാറില്ല അല്ലേ. വളരെ വിരളമായിട്ട് 100 വർഷമൊക്കെ ജീവിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ പാഴാക്കി കളയരുത്. നമ്മൾ എത്ര കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും പോയ ഒരു നിമിഷം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അല്ലേ. അപ്പൊ അത് കാരണം പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം, കാലമോ പോകുകിൽ പോയി കരുതി വേല ചെയ്യുക എന്നാണ് പഴഞ്ചൊല്ല്. അപ്പൊ അത് കാരണം എന്താണ്, നമുക്ക് കിട്ടിയ സമയം
നമുക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഭഗവാനിൽ തിരിച്ചെത്താനുള്ള ഭക്തിയുത സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ബുക്കുകളും മാഗസീൻസും പത്രം വായിക്കണം. അതിൽ നമുക്ക് ആവശ്യമുള്ളവ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുക. അല്ലാതെ മണിക്കൂറുകൾ പത്രം, നമ്മൾ പറയും പത്രം പഠിക്കുക എന്ന് പറയും അല്ലേ, അങ്ങനെ പത്രം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്രത്തിൽ പലതും നമുക്ക് എന്താണ് നമ്മളെ ഒരു വൈകാരികമായിട്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒക്കെ വരിക. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ പിറ്റേ ദിവസത്തെ പത്രത്തിന് അല്ലെങ്കിൽ മാഗസീന് അപ്പൊ അതിനെല്ലാം വേണ്ടി നമ്മൾ കാത്തിരിക്കാം. കഥ അടുത്തെന്തുവായി എന്നൊക്കെ നോക്കാനായിട്ടല്ലേ, നീണ്ട കഥയും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ അടുത്തെന്താണ് എന്നുള്ള ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. ആ സമയം നമ്മൾ എന്താ ചെയ്യണം? ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ വില്യമംഗലം ഠാക്കൂറിനോട് ചിന്താമണി എന്ന് പറയുന്ന വേശ്യ ഉപദേശിച്ചത് എന്താണ്? അങ്ങക്ക് എന്നോടുള്ള ഇത്രയും ആകർഷണം എന്നോടുണ്ടെങ്കിൽ ആ ആകർഷണം ഭഗവാനോടുണ്ടായെങ്കിൽ അങ്ങ് എവിടെ എത്തിയേനെ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അത് അവർക്ക് എന്താണ്, അദ്ദേഹത്തിന് ഒരു ഗുരുവിന്റെ ഉപദേശമായിട്ട് അത് അദ്ദേഹം കണക്കാക്കി. ഒരു വേശ്യയായിരുന്നിട്ടും അവർക്ക് സദുപദേശം നൽകാനായിട്ട് സാധിച്ചല്ലോ എന്നാണ് അദ്ദേഹം കരുതിയത്. അപ്പൊ അങ്ങനെ അവരെ ഗുരുവായിട്ട് കണക്കാക്കി എന്നാ പറയുന്നത്. പിന്നീട് അദ്ദേഹം എന്താണ്, അങ്ങനെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളും സ്ത്രീകളോടുള്ള ആസക്തിയും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനോട് ആസക്തനായിട്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിന് ഉന്നത തലത്തിലെത്താനും അങ്ങനെ അദ്ദേഹത്തിന് ധാമം പോകാനായിട്ടൊക്കെ അല്ലെങ്കിൽ ശുദ്ധഭക്തനായിട്ട് മാറാനും സാധിച്ചു. അപ്പൊ നമ്മളും അതേപോലെ ആയിരിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദരും പിന്നെ അതേപോലെ തന്നെ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി തുടങ്ങിയ ഷഡ്ഗോസ്വാമിമാരും എല്ലാം നമുക്ക് നൽകുന്ന ഉപദേശം. ശ്രീല പ്രഭുപാദരാണ് മുഖ്യമായിട്ടും അവരുടെ അഭിപ്രായം നമ്മളോട് പറയുന്നത് അല്ലേ. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയാണ് നമ്മളെ ആ കാര്യം അറിയിക്കുന്നത്. അപ്പൊ ഗുരുവിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക എന്നാണ്. മുതിർന്ന വൈഷ്ണവർ തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കും? നമ്മുടെ പെരുമാറ്റ രീതികളാണ് ഈ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, വൈഷ്ണവ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇത് ബുക്കുകൾ വായിക്കുന്നത് വൈഷ്ണവ സംസ്കാരത്തിന്റെ ഭാഗം, സ്വാധ്യായം എന്ന് പറയുന്ന കാര്യമാണ് അതിൽ വരിക അല്ലേ. നമ്മൾ എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എപ്പോ പഠിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇനി മുതിർന്നവർ വൈഷ്ണവർ തമ്മിലുള്ള സീനിയർ വൈഷ്ണവർ തമ്മിലുള്ള ഇടപാടുകൾ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? ചിലപ്പോൾ മുതിർന്ന വൈഷ്ണവർ അവരുടെ വിനയം കാരണം ഒരു ഇളയ വൈഷ്ണവനെ ബഹുമാനിച്ചേക്കാം. എന്നാൽ ഒരു ഇളയ വൈഷ്ണവൻ എല്ലാ മുതിർന്ന വൈഷ്ണവരിൽ നിന്നും ആ ബഹുമാനം അർഹിക്കുന്നുവെന്ന് ഒരിക്കലും കരുതരുത്. മറുവശത്ത് ഇത് നമ്മൾ വായിച്ചതെന്താണ് അല്ലെ, ഒരു മുതിർന്ന വൈഷ്ണവൻ ബഹുമാനം നൽകുമ്പോൾ ഇളയ വൈഷ്ണവൻ അങ്ങേയറ്റം ലജ്ജിക്കുകയും കൃഷ്ണനോട് ആ ബഹുമാനം മുതിർന്ന വൈഷ്ണവർക്ക് ലഭിക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും വേണം. ഇവിടെ ഞാൻ നാമനിഷ്ഠ പ്രഭു നമ്മളോട് കാണിക്കുന്ന എളിമയം അല്ലെ, അതെല്ലാം എന്താ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയുണ്ടായെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളോട് പ്രഭുവും അതേപോലുള്ള സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസും ഒക്കെ നമ്മളോട് കാണിക്കുന്ന ബഹുമാനം അവരുടെ വിനയം കൊണ്ട് അവർ ചെയ്യുന്നതാണ് അല്ലെ. അവർ യഥാർത്ഥ കൃഷ്ണഭക്തരായതുകൊണ്ട് വിനയം ഏറ്റവും നല്ല ഒരു ഗുണമാണ്. കൃഷ്ണഭക്തർക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം, സത്വഗുണത്തിലുള്ളവർക്ക് ഉള്ള ഒരു ഗുണമാണ്. അത് അവർ എന്ത് ചെയ്യുന്ന കാണിക്കുന്നു. നമ്മളത് നമ്മുടെ വലിയ സ്ഥാനം കൊണ്ടാണ് അവർ നമ്മളെ ബഹുമാനിക്കുന്നത് എന്നല്ല കാണേണ്ടത്. പിന്നെ ഇതാണ്, അവർ ശുദ്ധ ഭക്തരായതുകൊണ്ട് നമ്മൾ എന്താണ് തുടക്കക്കാരോട് അവർ ബഹുമാനം കാണിക്കുന്നു എന്ന് വേണം കരുതാൻ. അതേപോലെ ഈ ബഹുമാനമെല്ലാം മുതിർന്ന ഭക്തർക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം എന്നാണ്. ഇളയ വൈഷ്ണവൻ അങ്ങേയറ്റം ലജ്ജിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് കൃഷ്ണനോട് ആ ബഹുമാനം മുതിർന്ന വൈഷ്ണവർക്ക് ലഭിക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും വേണം. അപ്പൊ ഈ മുതിർന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മൾ ഈ വിനയത്തിന് അർഹരല്ല എന്നാണ്, നമ്മൾ അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നാണ്.
ഒരു വൈഷ്ണവ പാരമ്പര്യത്തിൽ നമ്മക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ളവരെ ബഹുമാനിക്കുന്നത് നമ്മുടെ എളിമയുടെ ഒരു പ്രധാന പ്രകടനമാണ്. അപ്പൊ നമുക്ക് വൈഷ്ണവ പാരമ്പര്യം മാത്രമല്ല, നമ്മുടെ ഏതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ എളിമ എന്ന് പറയുന്നത്. നമുക്കറിയാം അബ്ദുൽ കലാം, നമ്മുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന അബ്ദുൽ കലാം അതേപോലുള്ള ഉയർന്ന തലത്തിലുള്ള വ്യക്തികളൊക്കെ എന്തോ ചെയ്യുന്ന സാധാരണക്കാരോട് ഒക്കെ വളരെ എളിമയായിട്ടാണ് പെരുമാറുന്നത് അല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സാധാരണ മനുഷ്യരോടും എല്ലാം വളരെ ബഹുമാനത്തിൽ അവർ പെരുമാറുന്നത്. അതൊക്കെ അവരുടെ എന്താണ് പറയുന്നത്, വിനയത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അവർ അത്രയും എളിമയായിട്ട് പെരുമാറുന്നത്. മുതിർന്ന വൈഷ്ണവർ ഗുരുവാണ്, അദ്ദേഹത്തിന് ദൈവത്തിന്റെ പ്രതിനിധിയായി ബഹുമാനിക്കണം. അതിനാൽ കൃഷ്ണനെ പോലെ തന്നെ അദ്ദേഹത്തിന് ബഹുമാനം നൽകണം. ഇതുവരെ നമ്മൾ പഠിച്ചു കൊണ്ടാണ് അല്ലെ. അപ്പൊ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള സന്യാസിമാരെന്താണ്, സന്യാസിമാർ ഭഗവാന്റെ പ്രതിനിധികളാണ്. അപ്പൊ സന്യാസിമാരെ നമ്മൾ ആരായിട്ട് കണക്കാക്കണം, ഭഗവാന് തുല്യമായിട്ട് കണ്ട് നമ്മൾ ബഹുമാനിക്കണം. അതേപോലെ തന്നെ സീനിയർ ഗുരുക്കന്മാരെ എല്ലാം നമ്മൾ ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അവരെ ബഹുമാനിച്ച് ഭഗവാന്റെ പ്രീതി നേടാൻ. അപ്പൊ ഗുരു ഭഗവാന്റെ പ്രതിനിധി ആകുമ്പോ ഗുരുവിനെ നമ്മൾ വണങ്ങുമ്പോ അത് ആരെ വണങ്ങുന്നതിന് തുല്യമാകും? ഹരേ കൃഷ്ണ. ഭഗവാനെ വണങ്ങുന്നതിന് തുല്യമാകും അല്ലെ. കാരണം എന്താണ്, ഗുരു ഭഗവാന്റെ പ്രതിനിധി, അതേപോലെ ഭക്തനുമായിരിക്കും അല്ലെ. അപ്പൊ ഭഗവാന്റെ ഭക്തനെ വണങ്ങുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗുരുക്കന്മാരെയും മുതിർന്ന വൈഷ്ണവരെയും സന്യാസിമാരെയും എല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ ആദരിക്കണം എന്നാണ്. അടുത്തത് സന്യാസിമാരെ കുറിച്ച്. സന്യാസിമാരിൽ തന്നെ നേരത്തെ സന്യാസ ദീക്ഷ സ്വീകരിച്ചവരുടെ അടിസ്ഥാനത്തിലാണ് സീനിയോറിറ്റി കണക്കാക്കുന്നത്. ഇപ്പൊ നമ്മൾ ദീക്ഷ എടുത്ത കുറെ പേരുണ്ടായിരിക്കും. നമ്മൾ ഒരു മാസത്തിലാണ് എടുത്തതായിരിക്കും. നമ്മളൊക്കെ എടുത്തത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. അപ്പൊ അതിന് മുന്നേ നടന്ന ദീക്ഷാ ചടങ്ങില്, 6 മാസം മുമ്പേ നടന്ന ദീക്ഷാ ചടങ്ങില് ദീക്ഷ സ്വീകരിച്ച മാതാജിമാരും പ്രഭുക്കന്മാരും ഒക്കെ നമ്മുടെ സീനിയേഴ്സാണ്. മനസ്സിലായില്ല. അപ്പൊ നമുക്ക് പ്രായം കൂടുതലുണ്ടെങ്കിലും അവർക്ക് പ്രായം നമ്മളെക്കാൾ കുറവാണെങ്കിലും അവരാരായിരിക്കും, നമ്മളെക്കാൾ സീനിയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ പ്രായത്തിലല്ല കാര്യം. പിന്നെ ഏതാണ്, അത് എപ്പോഴാണോ ദീക്ഷ എടുത്തത് എന്ന് വെച്ചാൽ കൂടുതൽ നമ്മളെക്കാൾ താമസിച്ച് ദീക്ഷ എടുത്തവരെക്കാൾ മുന്നേ ദീക്ഷ എടുത്തവർ ഗുരുവിലൂടെ ഭഗവാനോട് കൂടുതൽ അടുത്തവരാണല്ലേ. അല്ലെ, നമ്മൾ എന്തിനാ ദീക്ഷ എടുക്കുന്നത്? ഗുരുവിലൂടെ നമുക്ക് ഭഗവാനോട് അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദീക്ഷ എടുക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല. അപ്പൊ നമ്മൾ ഭഗവാനോട് അടുക്കുകയാണ്, ഗുരു നമ്മളെ ഭഗവാനോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ പാപങ്ങളെല്ലാം ഗുരു ഏറ്റെടുക്കുകയാണ്. ദീക്ഷാ സമയത്ത് നമുക്ക് മന്ത്രം ചൊല്ലിത്തന്ന് നമുക്കൊരു ഇതാണ് നാമവും തരുമ്പോ, ദീക്ഷാ നാമവും തരുമ്പോ നമ്മുടെ അതുവരെയുള്ള പാപങ്ങളെല്ലാം നമ്മുടെ ഗുരു ഏറ്റെടുക്കുന്നു എന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവിനെ ബഹുമാനിക്കുന്നതും ഗുരുവിന്റെ മിഷൻ, വിഷൻ ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നതും 16 മാല ജപിക്കുന്നതും ഒക്കെ ഗുരുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം സന്യാസ ദീക്ഷ അത് കഴിഞ്ഞിട്ട് ഇത് ഹരിനാമ ദീക്ഷ കഴിഞ്ഞ് ബ്രാഹ്മണികൾ ദീക്ഷ എടുക്കുമ്പോ അവിടെ നമ്മൾ നാമം ചൊല്ലുന്നത് നേരിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അവിടെ നമ്മുടെ ഗുരുവിന്റെ സ്ഥാനം അവിടെ പോകുന്നു. നമ്മൾ നേരിട്ട് ഭഗവാനിൽ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഡയറക്റ്റ് യോഗയിൽ അല്ലെ. പ്രോബ്ലം നമ്മുടെ നെറ്റ് പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നില്ല. വോയിസ് ഇച്ചിരി കുറവാ മാതാജി. ആണോ? ഹരേ കൃഷ്ണ. വിട്ടു പോകണം. അത് ഇനി നെറ്റിന്റെ അറിയത്തില്ല. മാതാജിയുടെ നെറ്റിന് ഒരു പ്രശ്നമുണ്ട്. മാതാജി ഇപ്പൊ സംസാരിച്ചപ്പോ തന്നെ അത് മനസ്സിലായി. ബ്രേക്ക് ആവുന്നുണ്ട്. ഹരേ കൃഷ്ണ. എന്റെ നെറ്റിന് പ്രശ്നമാണോ? ഹരേ കൃഷ്ണ. ശരിയായി. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ്, നമ്മൾ
നമ്മുടെ സീനിയോറിറ്റി അതാണ് ദീക്ഷ എടുത്തവരിൽ സീനിയോറിറ്റി കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ആരാണോ ദീക്ഷ എടുത്തത്. ഇപ്പൊ ശബ്ദം ശരിയായില്ലേ? ഹരേ കൃഷ്ണ. ശരിയായി ശരിയായി മാതാജി, ഇപ്പൊ നല്ല സൗണ്ട്. സൗണ്ട് ഉണ്ട്. ഞാനിപ്പോ ഇച്ചിരി ഉറക്കെ പറയുന്നു, മറ്റേത് ഇച്ചിരി ശബ്ദം കുറച്ച് പറഞ്ഞു. പറ്റുന്ന പോലെ പറഞ്ഞാൽ മതി മാതാജി, കേട്ടോ. മാതാജിയുടെ പറ്റുന്നൊക്കെ പറഞ്ഞാൽ മതി, കേക്കാം. കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ മാതാജി? കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? സീനിയറായിട്ട് സീനിയോറിറ്റി ഒരുപാട് കണക്കാക്കുന്നത്? ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ സ്ട്രെയിൻ എടുത്ത് പറയണ്ട മാതാജി, കുഴപ്പമില്ല. അപ്പൊ ആദ്യം ആരാണോ ദീക്ഷ എടുത്തത് അതെന്താണ്? അടുത്ത ദീക്ഷ എടുത്തവരെക്കാൾ സീനിയറാണ്. പ്രായക്കുറവുണ്ടെങ്കിലും അവർ നമ്മുടെ സീനിയറാണ്. ഇപ്പൊ മണിഭൂഷണ മാതാജി ആണെങ്കിൽ ഞാനും മണിഭൂഷണ മാതാജി ഏജിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലേ? ഞാനാണ് ഏജിൽ സീനിയർ. പക്ഷെ മണിഭൂഷണ മാതാജിയാണ് എന്നെക്കാൾ 6 മാസം മുമ്പ് ദീക്ഷ എടുത്തത്. അപ്പൊ ആരാണ് സീനിയോറിറ്റി വരുന്നത്? മണിഭൂഷണ മാതാജിയാണ്. വൈഷ്ണവരിൽ സീനിയർ ആയിട്ട് വരുന്നത് മണിഭൂഷണ മാതാജിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഏജ് അല്ല കാര്യം അവിടെ. പിന്നെ ഏതാണ്? ആരാണോ ആദ്യം എടുത്തത് അവരാണ് സീനിയർ. അടുത്തത് ഗുരുവിന്റെ ദൈവ സഹോദരന്മാരാണ്. ഇപ്പൊ ഞാനും എൻ്റെ കൂടെ അതുപോലെ മണിഭൂഷണ മാതാജി നമ്മളെല്ലാം ഇതാണ് ഗുരുവിന്റെ ദൈവ സഹോദരന്മാരാണ്. എന്ന് വെച്ചാല് ഒരേ തലത്തിൽ നിൽക്കുന്നവരാണ് അല്ലെ? ഇതാണ് എല്ലാം ശിഷ്യന്മാരാണ്, ഗുരുവിന്റെ ശിഷ്യന്മാരാണ് അല്ലെ? അപ്പൊ ഗുരുവിന്റെ ശിഷ്യരൊക്കെ ആരായിട്ട് കണക്കാക്കുന്നു? ഡിവോട്ടീസ് ആണ് അല്ലെ? അപ്പൊ ഡിവോട്ടീസിനെയാണ് ദൈവ സഹോദരന്മാർ എന്ന് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരേ ഭഗവാന് വേണ്ടിയിട്ട് ഒരേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഏത് പേരിൽ വിളിക്കും? ദൈവ സഹോദരന്മാർ. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ മംഗളാരതിക്ക് നോക്കുമ്പോൾ ഒരുപാട് ദൈവ സഹോദരന്മാരും സഹോദരിമാരും അവിടെ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ മംഗളാരതിക്ക് വരുന്നവരെല്ലാം ആരായിട്ട് കണക്കാക്കുന്നു? ഗുരുവിനെ സ്വീകരിച്ചവരെല്ലാം ഗുരുവിന്റെ ദൈവ സഹോദരന്മാരാണ്. അതേപോലെ ആരാണ്? പിന്നെ നമ്മുടെ ഗുരുവിന്റെ പേരെന്താണ്? ജയപതാക സ്വാമി അല്ലേ? അപ്പൊ ജയപതാക സ്വാമിയുടെ കീഴില് ദീക്ഷ എടുത്ത കുറെ പേരുണ്ടായിരിക്കും. അവരെല്ലാം പരസ്പരം ആരായിരിക്കും? ദൈവ സഹോദരന്മാർ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഗുരുവിന്റെ കീഴിൽ ദീക്ഷ എടുക്കുന്നവരെല്ലാം ആ ഗുരുവിന്റെ കീഴിൽ വരുന്ന ദൈവ സഹോദരന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നാമനിഷ്ഠ പ്രഭു അതേപോലെ കുറെ പേര് കാണും. എന്താണ്? ആരുടെ തന്നെ? ജയപതാക സ്വാമിയുടെ ആരായിട്ടാണ്? ശിഷ്യന്മാരായിട്ട് വരുന്ന ദൈവ സഹോദരന്മാർ. നാമനിഷ്ഠ പ്രഭുവിന്റെ ശിഷ്യത്വത്തിൽ നമ്മളൊക്കെ ദീക്ഷ എടുത്തു. പക്ഷെ നമ്മുടെ ദീക്ഷാഗുരു ആര് തന്നെയാണ്? ജയപതാക സ്വാമി തന്നെയാണ്. നമ്മുടെ ശിക്ഷാഗുരുവാണ് നാമനിഷ്ഠ പ്രഭു. നമ്മുടെയൊക്കെ ശിക്ഷാഗുരു നാമനിഷ്ഠ പ്രഭു. നമ്മുടെ എല്ലാവരുടെയും ദീക്ഷാഗുരു ജയപതാക സ്വാമി. അപ്പൊ നമ്മളൊക്കെ എന്തായിട്ട് വരുന്നു? ദൈവ സഹോദരന്മാർ. ആരുടെ കീഴില്? ജയപതാക സ്വാമിയുടെ കീഴിൽ വരുന്ന ദൈവ സഹോദരന്മാർ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹരികൃഷ്ണ. ആത്മീയ ഗുരുവിനെ ബഹുമാനിക്കുന്നത് പോലെ അവരെയും ബഹുമാനിക്കണം. അതായത് ജയപതാക സ്വാമിയെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ ആരെയാണ് ദീക്ഷ എടുത്ത എല്ലാവരെയും നമ്മൾ ഒരേപോലെ ബഹുമാനിക്കണം. ജയപതാക സ്വാമിയുടെ കീഴിൽ ദീക്ഷ എടുത്തവരെയെല്ലാം നമ്മൾ ഒരേപോലെ ബഹുമാനിക്കണം. അത് മാത്രമല്ല മറ്റു ഗുരുക്കന്മാരുടെ കീഴിലും ദീക്ഷ എടുത്തവർ കാണും. ഇപ്പൊ നമ്മള് ട്രിവാൻഡ്രം ഇസ്കോൺ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സെന്റർ ഉണ്ടായിരിക്കും അല്ലെ? അവിടെയും അതേപോലെ ഗുരുക്കന്മാര് കാണും. അവരും എല്ലാം എന്ത് തന്നെയാണ്? ദൈവ സഹോദരന്മാർ തന്നെയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ആത്മീയ ഗുരുവിനെ ബഹുമാനിക്കുന്നത് പോലെ അവരെയും നമ്മൾ ബഹുമാനിക്കണം. ഹരേ കൃഷ്ണ. ബ്രഹ്മദീക്ഷ സ്വീകരിച്ച ഭക്തരെ ബഹുമാനിക്കണം. വീണ്ടും ആരാണ് ഇത്? ബ്രഹ്മദീക്ഷ. ബ്രാഹ്മണിക്കൽ ദീക്ഷ എന്ന് പറഞ്ഞില്ലേ? രണ്ടാമത്തെ ദീക്ഷയാണ് ബ്രാഹ്മണിക്കൽ ദീക്ഷ. ആദ്യത്തേത് ഏതാണ്? ഹരിനാമ ദീക്ഷ. ബ്രാഹ്മണിക്കൽ ദീക്ഷ സ്വീകരിച്ച ഭക്തരെയും ബഹുമാനിക്കണം. ഇപ്പൊ നമ്മളില് ഞാൻ ഹരിനാമ ദീക്ഷയാണ് എടുത്തിട്ടുള്ളത്. അതേസമയം മണിഭൂഷണ മാതാജിയുടെ പ്രഭുവും ഏതെടുത്തു? ബ്രഹ്മദീക്ഷ എടുത്തു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവര് ബ്രഹ്മദീക്ഷ എടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മദീക്ഷ നമ്മൾ പിന്നെ നാമനിഷ്ഠ പ്രഭു അവിടെ പിന്നെ അതേപോലെ ഇസ്കോൺ ക്ഷേത്രത്തില് പൂജ ചെയ്യുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ഏതെടുത്തവരാണ്? ബ്രഹ്മദീക്ഷ എടുത്തവരാണ്.
അവർക്ക് പൂജ ചെയ്യാനും DT കിച്ചണിൽ സേവ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന സേവ എന്ന് പറയുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് പ്രസാദം ഉണ്ടാക്കുന്നത്, അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നത് ബ്രഹ്മദീക്ഷ എടുത്തവരാണ്. സഹായിക്കാനായിട്ട് ആർക്ക് നിൽക്കാം? ഹരിനാമ ദീക്ഷ എടുത്ത എന്നെ പോലുള്ളവർക്ക് സഹായിക്കാൻ നിൽക്കാം. അതേസമയം അതിൽ ശരിക്കും കുക്കിംഗ് നടത്തുന്നത് ആരായിരിക്കും? ബ്രഹ്മദീക്ഷ എടുത്തവരായിരിക്കും. ആരാണ് നേരത്തെ ദീക്ഷ സ്വീകരിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സീനിയോറിറ്റി നിശ്ചയിക്കുന്നു. നമുക്ക് മുമ്പ് ദീക്ഷ സ്വീകരിച്ച ഭക്തർക്ക് അർഹമായ ബഹുമാനം നൽകണം. അപ്പൊ നമ്മൾ സീനിയേഴ്സിനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. പ്രായത്തിൽ മുതിർന്ന ഭക്തർക്ക് പ്രത്യേക ബഹുമാനം നൽകണം. നമ്മളെക്കാൾ 2 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരാളെ അവരുടെ പേരിന് ശേഷം മാതാജി അല്ലെങ്കിൽ പ്രഭു എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യുന്നതും സാംസ്കാരികമാണ്. നമ്മളിപ്പോ ഇവിടെ എല്ലാവരെയും പ്രഭു മാതാജി എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ? പുരുഷന്മാരെ എല്ലാം പ്രഭു എന്ന്, അതേപോലെ സ്ത്രീകളെ എല്ലാം എന്തെന്നും പറയും? മാതാജി എന്ന്. നമ്മൾ ബഹുമാനത്തിലാണ് വിളിക്കുന്നത്. മാതൃസ്ഥാനമാണ് അവർക്ക് നൽകുന്നത്. അതേപോലെ പ്രഭു എന്ന് പറയുമ്പോഴും ഏതാണ്? ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നൽകുന്നത്. അപ്പൊ നമ്മളെക്കാൾ 2 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരാളെ മാതാജി അല്ലെങ്കിൽ പ്രഭു എന്ന് ചേർത്ത് വിളിക്കണം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുതിർന്നവരെയൊക്കെ നമ്മൾ പേരൊരിക്കലും വിളിക്കാൻ പാടില്ല. അതേസമയം നിങ്ങളുടെ സെയിം ഏജോ 2 വയസ്സ് 2 വയസ്സെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസം വരുന്നില്ല, മാനസിക വികാസത്തില് വലിയ വ്യത്യാസം വരുന്നില്ല. അതാണ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും കല്യാണം നിശ്ചയിക്കുമ്പോൾ പയ്യൻ പെൺകുട്ടിയേക്കാൾ 2 വയസ്സെങ്കിലും കൂടിയിരിക്കണമെന്ന് പറയല്ലേ? കാരണം എന്താണ്? സ്ത്രീകൾക്ക് മാനസികമായിട്ടുള്ള വളർച്ച പുരുഷന്മാരെക്കാൾ കൂടുതലുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിക്ക് 20 വയസ്സാണെങ്കിൽ ആൺകുട്ടിക്ക് 22 വയസ്സായാലും പെൺകുട്ടിയുടെ മാനസിക വികാസമേ അവർക്കുണ്ടായിരിക്കൂ എന്നാണ് ആൺകുട്ടിക്ക്. അതുകൊണ്ടാണ് പെൺകുട്ടിയേക്കാൾ 2 വയസ്സ് എങ്കിലും മുതിർന്നതായിരിക്കണം ആൺകുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെന്റൽ ഏജ് എന്നാണ് സൈക്കോളജി പറയുന്നത്. മെന്റൽ ഏജ് എന്ന് പറയുമ്പോൾ മാനസിക ആയിട്ടുള്ള വികാസം, മറ്റേത് ക്രോണോളജി എന്ന് പറയുമ്പോൾ ശരിക്കുള്ള പ്രായം. അപ്പൊ മെന്റൽ ഏജ് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് വരുന്നത് പുരുഷന്മാരെക്കാളും. അപ്പൊ ഇവിടെ പറയുന്നത് ഒരേ പ്രായം എന്ന് പറയുമ്പോൾ 2 വയസ്സിന് മൂത്തതാണെങ്കിൽ മാതാജി പ്രഭു എന്ന് വിളിക്കണം. അതങ്ങനെ വേണം അഭിസംബോധന ചെയ്യാൻ. അല്ലെങ്കിൽ അതേ പ്രായം 2 വയസ്സിനകമാണ് വ്യത്യാസമെങ്കിൽ നമുക്ക് പേര് വിളിക്കാം, അടുപ്പം ഉണ്ടെങ്കിൽ, അല്ലെ? അടുപ്പം ഇല്ലെങ്കിൽ നമ്മൾ അവരെയും മാതാജി പ്രഭു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒരു മുതിർന്ന വൈഷ്ണവന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങാതെ മറ്റുള്ളവരെ ഉപദേശിക്കരുത്. നമ്മൾ നേരത്തെ കേട്ടതാണ്, ഉപദേശാമൃതത്തിലും ഒക്കെ പറയുന്നതാണ്. ഒരു വൈഷ്ണവൻ വേറൊരു ആളിനെ ഉപദേശിക്കുന്നത് ഏതാണ്? അതിന് അർഹനായിട്ടുണ്ടെങ്കിൽ മാത്രം. ഉപദേശം കൊടുക്കാനായിട്ട് നമുക്ക് പാകമായിട്ടുണ്ട്, നമ്മളൊരു മധ്യാധികാരി എങ്കിലും ആയാലേ നമുക്ക് വേണ്ട വിധത്തിൽ ഉപദേശങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. എങ്കിലേ നമ്മൾ ഭക്തനെയും അഭക്തനെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് മധ്യമ അധികാരിയാകുമ്പോഴേ കിട്ടുള്ളൂ എന്നാണ്, ലഭ്യമാകുകയുള്ളൂ. അതേസമയം ഒരു മുതിർന്ന വൈഷ്ണവൻ നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ ആ വൈഷ്ണവനായിരിക്കണം ആരെ ഉപദേശിക്കാൻ? മറ്റൊരാളിനെ ഉപദേശിക്കാൻ. ഒരു മുതിർന്ന വൈഷ്ണവൻ ഉണ്ടെങ്കിൽ നമ്മൾ കയറി ഉപദേശം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പൊ നാമനിഷ്ഠ പ്രഭുവിന്റെ സാന്നിധ്യത്തില് ഞാൻ അഭിപ്രായം പറയാൻ പോകരുത്, മനസ്സിലായല്ലോ? അപ്പൊ നാമനിഷ്ഠ പ്രഭുവാണ് സീനിയർ ആയിട്ടുള്ള, അല്ലെ? അപ്പൊ അവിടെ അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ ഉപദേശം കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? നാമനിഷ്ഠ പ്രഭുവാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരതിക്ക് ശേഷം ഭക്തർക്ക് നെയ്വിളക്ക് അർപ്പിക്കുമ്പോൾ സീനിയോറിറ്റി കണക്കിലെടുക്കണം. അത് നമ്മൾ അമ്പലത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെ? സീനിയർ ആയിട്ടുള്ള ഭക്തനായിരിക്കും ആദ്യം നമ്മൾ വിളക്ക് തൊഴാനായിട്ട് കൊടുക്കുക, അല്ലെ? അപ്പൊ മുതിർന്ന ഭക്തന്മാർക്ക് ആദ്യം തൊഴാനായിട്ട് കൊടുക്കും. അതിനുശേഷമാണ് ജൂനിയർ ആയിട്ടുള്ള ഭക്തർക്ക് നെയ്വിളക്ക് തൊഴാനായിട്ട് കൊടുക്കുന്നത്. അവിടെയും വരും സീനിയർ എന്ന് പറയുമ്പോൾ ആരാണ് നേരത്തെ ദീക്ഷ എടുത്തത്, ഹരിനാമ ദീക്ഷയോ ബ്രാഹ്മണിക്കൽ ദീക്ഷയോ ഒക്കെ എടുത്തത് ആദ്യം ആരാണെന്ന് വെച്ചാൽ അവരാണ് സീനിയർ ആയിട്ട് വരിക. അടുത്ത ദൈവ സഹോദരന്മാരുമായിട്ടുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്.
അതായത് ആരാണ്? ഡിവോട്ടീസ്, ഭഗവാന്റെ വൈഷ്ണവ ഡിവോട്ടീസ് ആണ് അല്ലെ, വൈഷ്ണവരായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ച്. അവർ തമ്മിൽ എങ്ങനെയായിരിക്കണം ബന്ധപ്പെടേണ്ടത്? ഇതൊരു കത്തിന്റെ മറുപടിയാണ്. അതെ, പരസ്പരം പ്രഭു എന്ന് വിളിക്കുന്നത് ശരിയാണ്, പക്ഷെ പ്രഭു ആകരുത്. അപ്പൊ പ്രഭു എന്ന് വിളിക്കുന്ന ബഹുമാനം കൊണ്ട് നമ്മൾ പ്രഭു എന്ന് വിളിക്കും എന്ന് വെച്ചിട്ട് എന്താണ്? ശരിക്കുള്ള പ്രഭു അറിയാം, ലാൻഡ് ലോർഡ് അല്ലെ, ലാൻഡ് ലോർഡ്, ഭൂമിയുടെയൊക്കെ മുതലാളി. അങ്ങനത്തെ പ്രഭു ആകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത് ആധ്യാത്മികതയിൽ നമ്മൾ പ്രഭു എന്ന് ബഹുമാനത്തിൽ പറയുന്നതാണ്, അല്ലാതെ അത് ഭൗതികതയിൽ വരുന്ന പ്രഭു എന്നുള്ള സ്ഥാനത്തെ അല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രഭു എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിട്ട് നമ്മൾ ഉന്നത സ്ഥാനം അവർക്ക് നൽകുന്നു എന്നാണ്. മറ്റുള്ളവരെ പ്രഭു എന്ന് സ്വീകരിക്കുകയും സ്വയം ദാസനായി തുടരുകയും ചെയ്യുക എന്നതാണ് ആശയം. അപ്പൊ മുതിർന്ന ഭക്തരെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അവരെ സേവിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവർക്ക് സേവനം നമ്മൾ നൽകണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ദാസനായിട്ട് നമ്മൾ തുടരുക. എന്നാൽ ആരെങ്കിലും നിങ്ങളെ പ്രഭു എന്ന് വിളിക്കുന്നതിനാൽ ഒരാൾ പ്രഭുവാകുകയും മറ്റുള്ളവരെ ദാസന്മാരായിട്ട് കണക്കാക്കുകയും ചെയ്യരുത്. ഇപ്പൊ 2 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തെന്ന് വിളിക്കും? പ്രഭു എന്ന് വിളിക്കും അല്ലെ. എന്ന് വെച്ചിട്ട് പ്രഭു എന്ന് അല്ലെങ്കിൽ മാതാജി എന്ന് വിളിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് മാതാജി എന്ന് പറഞ്ഞിട്ട് വലിയ ഗമയിൽ അവരെ നമ്മളെ ദാസന്മാരായിട്ട് കണക്കാക്കരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരാണ്? ഭഗവാന്റെയും നമ്മുടെ ഗുരുവിന്റെ ഒക്കെ ദാസന്മാരായിട്ടാണ് നമ്മൾ എന്നും നിൽക്കേണ്ടത്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെയും പ്രഭു അല്ലെങ്കിൽ മാതാജി എന്ന് അഭിസംബോധന ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും സ്വയം ദാസനായി തോന്നണം. പ്രഭു എന്ന് വിളിക്കപ്പെടുന്നതിനാ സ്വയം പ്രഭു എന്ന് കരുതരുത്. ഇത് ബന്ധ സൗഹാർദ്ദപരമാക്കുക. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നതിന് പകരം എന്ത് വിളിക്കുക? പേരോട് ചേർത്ത് ഏതും ചേർക്കുക. മാതാജി എന്നോ പ്രഭു എന്നോ ചേർത്ത് വേണം നമ്മൾ വിളിക്കാൻ. നമ്മളിപ്പോ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഹരേ കൃഷ്ണ മാതാജി അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രഭു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മള് ഹലോ നമസ്കാരം എന്നതിനൊക്കെ പകരം നമ്മളിപ്പോ എന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ മാതാജി അല്ലെങ്കിൽ പ്രഭുജി എന്ന് നമ്മൾ പറയും. അതൊക്കെ നമ്മൾ എന്താണ് തമ്മിലുള്ള നമ്മളെല്ലാം ഭഗവാന്റെ അതാണ് ദാസന്മാരായിട്ടുള്ള സേവകരായിട്ടുള്ള ഭക്തരാണ്. അപ്പൊ അത് കാരണം നമ്മൾ പരസ്പരം എന്ത് കൊടുക്കുന്നു? ബഹുമാനം കൊടുക്കുന്നു. ആ ബഹുമാനം എന്ത് ചെയ്യുന്നു? നമ്മൾ തമ്മിലുള്ള ബന്ധം സൗഹാർദ്ദപരമായിട്ട് മാറും, സുഹൃത്ത് ബന്ധമാക്കി മാറ്റും. നമ്മളെല്ലാവരും അപ്പൊ എന്താണ്? സുഹൃത്തുക്കളാണ്, ഭഗവാന്റെ ദാസന്മാരുമാണ്. ഇത് അതാണ് ശ്രീല പ്രഭുപാദർ എന്ത് ഹിമവതിക്ക് എഴുതിയ കത്താണ്. 1968 എഴുതിയ കത്താണ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്നത്, ആ സംബോധനയുടെ ഉദ്ദേശ്യം എന്താണ്? അതൊരു ബഹുമാനപൂർവമായിട്ടുള്ള ഒരു സംബോധനയായിട്ട് മാത്രം കരുതുക. അല്ലാതെ നമ്മൾ നമ്മൾ ഉന്നത തലത്തിലെത്തി എന്നുള്ള അഹങ്കാരം, മിഥ്യാ അഹങ്കാരം പാടില്ല. ദൈവ സഹോദരന്മാർ പരസ്പരം പ്രഭു എന്ന് വിളിക്കണം. എന്നിരുന്നാലും നമ്മളെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിനാൽ ഇത് നമ്മൾ വായിച്ചതല്ലേ. ഹരേ കൃഷ്ണ. നമ്മുടെ മുതിർന്ന ദൈവ സഹോദരന്മാരിൽ നിന്ന് നാം വിധേയത്വത്തോടെ അന്വേഷിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവരുടെ അനുസരണയുള്ള ദാസനാകാൻ ആഗ്രഹിക്കുകയും വേണം. നമ്മൾ ഗുരു സ്ഥാനത്ത് കാണുന്നത് പോലെ തന്നെ ഇവരെ എന്താണ് നമ്മൾ കരുതേണ്ടത്? ഉയർന്ന സഹോദരന്മാരെയും നമ്മൾ ഏതാണ്ട് ഗുരുസ്ഥാനത്ത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അവരെ എന്ത് ചെയ്യുക? നമ്മൾ അവർക്ക് വിധേയമുള്ളവരായിരിക്കണം, വിധേയത്വമുള്ളവരായിട്ട് പെരുമാറണം. എന്ന് വെച്ചാൽ അവരോട് നമ്മൾ ബഹുമാനം, അവരുടെ സേവകരാണ് അല്ലെങ്കിൽ അവരുടെ കീഴിൽ വരുന്നവരാണ് നമ്മൾ, അവർ ഉയർന്ന ഭക്തരാണ് എന്നുള്ള തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹമ്പിളായിട്ട്, വിധേയത്വം എന്ന് പറയുമ്പോൾ വളരെ ഹമ്പിളായിട്ട് വിനയത്തോടെ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം. അങ്ങനെ അനുസരണയുള്ള ദാസനാകാൻ നമ്മൾ ആഗ്രഹിക്കണം എന്നാണ്. നമ്മൾ ആഗ്രഹിക്കണം, ചെയ്താൽ പോരാ. നമ്മൾ മനസ്സിൽ ആ ആഗ്രഹത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. തുല്യരായവരെ അവരുമായി സൗഹൃദം സ്ഥാപിച്ചും സഹായിച്ചും പ്രോത്സാഹിച്ചും അവരെ സേവിക്കണം. അപ്പൊ തുല്യരായ 2 വയസ്സിന്റെ ഇത് വ്യത്യാസം
മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് തുല്യമായിട്ട് കണക്കാക്കും അല്ലേ. അപ്പൊ അവരുമായിട്ടും എന്ത് തന്നെ വേണം, സൗഹൃദവും പിന്നെ ഏതാണ് അവരെന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് നൽകുകയും അവരെ ഭക്തിയിലോട്ട് ഉയരാനായിട്ട് പ്രോത്സാഹിപ്പിച്ചും നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാം. അങ്ങനെ അവർക്ക് എന്തെങ്കിലും നല്ലത് ഉപദേശം കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്രദമാകും. അതിലൂടെ നമുക്കും എന്ത് കിട്ടും, നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം പരസ്പരം നമുക്ക് സംസാരിക്കാൻ ചർച്ച ചെയ്യാനൊക്കെ സാധിക്കുമ്പോൾ നമ്മുടെ ഭക്തിയും വളരും. നമ്മെക്കാൾ ഇളയവരെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കുകയും നിർദ്ദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്തുകൊണ്ട് നാം അവരെ സേവിക്കണം. എല്ലായിടത്തും സേവയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അതെന്തായിട്ടാണ് നമ്മൾ കരുതുന്നത്, അത് നമ്മൾ അവരെ സേവിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് സേവ ചെയ്യുന്നത്? ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ നമ്മളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഭക്തന്മാരെ സേവിക്കുന്നതും നമുക്ക് തുല്യമായിട്ടുള്ള ഭക്തന്മാരെ സേവിക്കുന്നതും നമ്മളെക്കാൾ ഉയർന്ന മുതിർന്ന ഭക്തന്മാരെ സേവിക്കുന്നതും എന്താണ്, എല്ലാം ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ആര് സേവിച്ചാലും ഇളയ ഭക്തരെയാണോ തുല്യമായിട്ടുള്ള ഭക്തരെയാണോ മുതിർന്ന ഭക്തരെയാണോ ആര് സേവിച്ചാലും അതെന്താണ് ഭഗവാനുള്ള സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് നയിക്കുക എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക അല്ലെ, നിർദ്ദേശങ്ങൾ നൽകുക, അങ്ങനെ അവരെ കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരിക. അതാണ് പ്രബുദ്ധരാക്കുക എന്ന് വെച്ചാല് അവർക്ക് കൃഷ്ണാവബോധത്തിൽ അവരെ കൊണ്ടുവരിക, അവർക്ക് സേവ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുതിർന്നവർ തങ്ങൾക്ക് തുല്യരായവർ, തങ്ങളെക്കാൾ ഇളയവരായവർ അല്ലെ, മൂന്ന് കൂട്ടരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, സേവിക്കുന്നു എന്നാണ്. സേവ എന്ന വാക്കാണ് അവിടെ വരുന്നത്. എന്ന് വെച്ചാൽ പ്രതിഫലം നമ്മൾ ഇച്ഛിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. നമ്മൾ എന്ത് ചെയ്താലും എന്താണ്, പ്രതിഫലം ഇച്ഛിക്കുന്നില്ല. ഞാൻ അവനെ എന്ത് ചെയ്തു, അവനെ കൃഷ്ണാവബോധത്തിൽ ഞാനല്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട് അവൻ എനിക്ക് സേവ ചെയ്യണം എന്നല്ല പറയേണ്ടത്. ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഒരാളിനെ ഭക്തനാക്കി മാറ്റി അല്ലെ, അവരെ കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഒരു സേവ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നതിൽ സന്തോഷിക്കണം. അല്ലാതെ വേറൊരാളിനെ നമ്മൾ ഭക്തനാക്കിയത് കൊണ്ട് അയാൾ നമുക്കെല്ലാം ചെയ്തു തരണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. നമ്മളെല്ലാം കൃഷ്ണാവബോധത്തിൽ വന്നത് ആരെങ്കിലും ഒരാൾ നമുക്കൊരു ഗൈഡൻസ് തരികയോ നമ്മളോട് പറയുകയോ ലിങ്ക് തരികയോ ഒക്കെ ചെയ്തിട്ടായിരിക്കും അല്ലെ. അങ്ങനെയായിരിക്കും നമ്മളും എല്ലാം ഭക്തിയില് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ വന്നത്. അപ്പൊ നമ്മൾ അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ ആൾ മുഖാന്തരമാണ് ഞാൻ എത്തിയതെന്ന് നമുക്കൊരു കൃതജ്ഞത ഉണ്ടാകണം. പക്ഷെ അവരും നമ്മളോട് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നത് അവരുടെ ഭക്തി കുറയ്ക്കാൻ ഇടയാകും എന്നാണ്. അത് അവര് അപരാധമായിട്ട് മാറും. അപ്പൊ എന്നെ ഒരാൾ കൊണ്ടുവന്നു എങ്കിൽ ആ ആള് ഞാനല്ലേ വന്നത് എന്ന് വിചാരിച്ച് അവർ അഹങ്കരിക്കുകയാണെങ്കിൽ അത് അവരുടെ ഭക്തിയിലുള്ള പിന്നോട്ട് പോക്കമായിരിക്കും എന്നാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അത് കാരണം ആരെങ്കിലും ഒക്കെ ഇതിൽ കൊണ്ടുവന്നാല് പ്രബുദ്ധരാക്കിയാല് ഭഗവാന്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത് കൃഷ്ണാവബോധത്തിൽ വന്നാൽ നമ്മൾ അതുകൊണ്ട് സന്തോഷിക്കണം. ഭഗവാന് സേവ ചെയ്യാൻ എനിക്കൊരു അവസരം ഭഗവാൻ തന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതേപോലെ വേറൊരു ആത്മാവിനെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമാണ് നമുക്ക് മനസ്സിൽ തോന്നേണ്ടത്. അല്ലാതെ എന്തെല്ലാം ഞാനാണ് ചെയ്തത്, ഞാൻ എന്നുള്ള ആ തോന്നല് ഉണ്ടാകരുത്. മറ്റൊരു ദൈവ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കുമ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. വാഞ്ചകൽപത രൂപശ്ച കൃപാ സിന്ധുഭ്യം വൈഷ്ണവേഭ്യോ നമോ നമഃ. അപ്പൊ നമ്മൾ വൈഷ്ണവരെ കാണുമ്പോൾ, ദൈവ സഹോദരനെ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട കാര്യമാണ് ഇതെന്താണ്, ആത്മീയ ഗുരുവിന്റെ അനുവാദമോ കൽപ്പനയോ ഇല്ലാതെ ഒരു ദൈവ സഹോദരനിൽ നിന്നും നാം ഒരിക്കലും പതിവ് സേവനം സ്വീകരിക്കരുത്. അപ്പൊ ഇവിടെ ഞാൻ എല്ലാ വൈഷ്ണവരെയും എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശം കൊണ്ട്
അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? ഒരു പതിതനായിട്ടുള്ള ഒരാളിനെ സേവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് കാരണം ഞാൻ എല്ലാ വൈഷ്ണവരോടും കടപ്പെട്ടിരിക്കുന്നവരാണ്. അവരെ എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാ വൈഷ്ണവർക്കും നമസ്കാരം അർപ്പിക്കുന്നതാണ്. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭേവജ പതിദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. നമ്മൾ എല്ലാ വൈഷ്ണവരെയും ബഹുമാനിക്കുന്നു. അപ്പൊ പതിതന്മാരെ എല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ള പതിതന്മാരെ എല്ലാം ഉയർന്ന സ്ഥിതിയിലേക്ക്, ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച എല്ലാ വൈഷ്ണവരെയും എന്ത് ചെയ്യുന്നു? ഞാൻ നമസ്കരിക്കുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ഇവിടെ പറയുന്നത്, ആത്മീയ ഗുരുവിന്റെ അനുവാദമോ കൽപ്പനയോ ഇല്ലാതെ ഒരു ദൈവ സഹോദരനിൽ നിന്ന് നാം ഒരിക്കലും പതിവ് സേവനം സ്വീകരിക്കരുത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സേവനം നമുക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ അത് ആരുടെ പെർമിഷനോട് കൂടി വേണം? ഗുരുവിന്റെ പെർമിഷനോട് കൂടി വേണം അത് ചെയ്യാൻ. എപ്പോഴും ഗുരു നമ്മളെ സംബന്ധിച്ചോളം ആത്മീയ ഗുരു തന്നെയാണ് അല്ലെ. ഭൗതികമായിട്ടുള്ള ഗുരുവല്ല, നമുക്ക് ആത്മീയ ഗുരുവാണ്. അപ്പൊ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഏതെങ്കിലും ഡിവോട്ടീസിൽ നിന്ന്, വൈഷ്ണവ ഡിവോട്ടീസിൽ നിന്ന്, അതാണ് ദൈവ സഹോദരൻ എന്ന് പറയുന്നത്. വൈഷ്ണവ ഡിവോട്ടീസിൽ നിന്ന് എന്തെങ്കിലും സേവ സ്വീകരിക്കുന്നത് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം. ഭക്തർ തമ്മിലുള്ള ബന്ധത്തിൽ പരിചയം അവഹേളനത്തിന് കാരണമാകുന്നു എന്ന ചൊല്ല് ഒരിക്കലും അനുവദിക്കരുത്. അപ്പൊ നമ്മൾ ടൂ ക്ലോസ് ആയി വരുമ്പോൾ നമ്മുടെ രീതികളൊക്കെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്, ഒരുപാട് പരിചയം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടാനായിട്ട് ഇടയാകരുത്. അപ്പൊ നമ്മൾ എപ്പോഴും സൗഹൃദ ബന്ധം നിലനിർത്തണം. ആ രീതിക്കാണ് നമ്മൾ പെരുമാറേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഇതില് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ, ഉപദേശാമൃതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ അല്ലെ. നമ്മൾ പ്രജൽപ ആകരുത് എന്നൊക്കെ നമ്മൾ അതിൽ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കരുത് ആരോടും. ഭക്തരോട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. അതും ഭക്തിയെ കുറിച്ചൊക്കെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഭഗവാന്റെ ലീലകളെ കുറിച്ചോ, എങ്ങനെ നമുക്ക് ഭക്തിയിൽ മുന്നേറാമെന്നോ, എങ്ങനെ പൂജകൾ നടത്താം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴും എപ്പോഴും എന്തുണ്ടായിരിക്കണമെന്നാണ്? ബഹുമാനം ഉണ്ടായിരിക്കണം. അല്ലാതെ കുറ്റബോധമോ ഇരട്ടത്താപ്പോ ഇല്ലാതെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ചിലരെല്ലാം പാര വയ്ക്കുന്ന സ്വഭാവമുണ്ട് അല്ലേ. അതാണ് ഇരട്ടത്താപ്പ് അല്ലേ, പാര വയ്ക്കും. അപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ള വിവരം തന്നിട്ട് എന്ത് ചെയ്യാം? അവർ വലിയ ഭക്തരാകാനോ അല്ലെങ്കിൽ അവർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മുതലെടുക്കാനോ ഉപയോഗിക്കാനോ ഒക്കെ ഇടയാക്കും. നമുക്ക് തെറ്റായ, മറ്റുള്ളവരോട് അവർ തെറ്റായിട്ടുള്ള വിവരണമായിരിക്കും, ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുക അല്ലെ. ഇപ്പൊ തന്നെ നമുക്ക് ക്ഷേത്രത്തില് അടുത്ത ജന്മാഷ്ടമിക്ക് പോകണം. അപ്പൊ ഞാൻ ജന്മാഷ്ടമിക്ക് പോകുന്നുണ്ടോന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ വാസ്തവത്തിൽ എന്താ, എല്ലാ തീരുമാനവും എടുത്ത് ട്രെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അതാണ് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവര് വരണ്ട, അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടണ്ട. ജന്മാഷ്ടമിക്ക് പോയി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട, അതിനെങ്ങനെ മുടക്കാം എന്ന് നോക്കുന്നതാണ് ഇവിടെ ഇരട്ടത്താപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, മറ്റുള്ളവർ ഭക്തിയിൽ ഉയരുന്നത് ചില ഭക്തർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അവർക്ക് എപ്പോഴും താൻ ഭക്തിയിൽ ഉയർന്നു നിൽക്കണം, എല്ലാ ബഹുമാനവും എല്ലാം തനിക്ക് കിട്ടണം എന്നുള്ള ഒരു വിചാരം, ചിന്ത, അത് ഒട്ടും ശരിയായിട്ടുള്ള ചിന്തയല്ല അല്ലെ. ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിന്തയല്ല, അസൂയ അല്ലെ. അപ്പൊ അർജുനന്റെ അടുത്ത് തന്നെ പറഞ്ഞെന്താ, ഞാൻ എന്തുകൊണ്ടാ ഈ ഭഗവത്ഗീത നിനക്ക് പറഞ്ഞു തരുന്നു? നീ എന്റെ ഭക്തനാണ്, സുഹൃത്താണ്, നിനക്ക് എന്നോട് അസൂയയില്ല എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. 2ാമത്തെ അധ്യായത്തിലൊക്കെ പഠിച്ച അതാണ് ഭഗവത്ഗീത. അപ്പൊ അർജുനനോട് പറയുന്നു നിനക്ക് അസൂയയില്ല. അപ്പൊ ഇവിടെ ഭക്തർ തമ്മിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അസൂയയാണ് ഇതിനിടയാക്കുന്നത്, അടുപ്പമില്ലാതാക്കാനായിട്ട് ഇടയാക്കും. അപ്പൊ നമ്മൾ ഒരു നയത്തിൽ വേണം സംസാരവും എല്ലാ പെരുമാറ്റവും എല്ലാം. ആവശ്യത്തിലധികം സംസാരിക്കാതിരിക്കണം, അതേപോലെ ആവശ്യത്തിന് സംസാരിക്കാതെ ഇരിക്കുകയും അരുത്. ഒരു മിഡിൽ പാത്ത് ആയിരിക്കണം. ആവശ്യമുള്ളത് നമ്മൾ സംസാരിക്കണം അല്ലെ.
അപ്പൊ പോകുന്ന കാര്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ, അപ്പൊ പറയണം. ഇപ്പൊ പോകാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റ് അല്ലെ. അപ്പൊ പറയേണ്ടത് എന്താണ്? വ്യക്തമായിട്ട് പറയണം. ഞാൻ പോകുന്നു, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ. ആ രീതിക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ രീതിക്ക് ആയിരിക്കണം നമ്മൾ ഓരോ ഭക്തരും പരസ്പരം നമ്മൾ എന്ത് ഇടപെടേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഭക്തർ തമ്മിലുള്ള ഇടപാടുകൾ ബഹുമാനത്തോടെയും കുറ്റബോധമോ ഇരട്ടത്താപ്പോ ഇല്ലാതെയും ആയിരിക്കണം. ഭക്തർ പരസ്പരം അവരുടെ പഴയ പേരുകൾ അല്ലെങ്കിൽ സിവിൽ പേരുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യരുത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ എപ്പോഴും പേരിനോടൊപ്പം എന്ത് ചേർക്കണം? മാതാജി എന്ന് ചേർക്കണം. അതേപോലെ ദീക്ഷ എടുത്തവരാണെങ്കിൽ ഹരിനാമ ദീക്ഷ എടുത്തപ്പോ അപ്പോൾ കിട്ടുന്ന പേര് തന്നെയാണ് ബ്രാഹ്മണിക്കൽ ദീക്ഷയ്ക്കും, പിന്നെ പേര് മാറുന്നില്ല. ആ പേരിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടേണ്ടത് എന്നാണ്. അപ്പൊ ആ പേര് വേണം നമ്മൾ ഉപയോഗിക്കാൻ എപ്പോഴും. ഞാൻ ഈ ഗൂഗിളിൽ കയറുമ്പോൾ എൻ്റെ പഴയ പേരാണ് അതിൽ വരുന്നത്. അത് പേര് മാറ്റാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പൊ എൻ്റെ ഭൗതികമായിട്ടുള്ള പേര്, അതാണ് ഇവിടെ സിവിൽ പേരെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ഭൗതിക ഇതിലുള്ള പേരാണ് അല്ലെ, വിജയകുമാരി എന്നുള്ളത്. അതേസമയം എൻ്റെ ദീക്ഷാനാമം ഏതാണ്? വിരജ വിജയ ദേവിദാസി അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? വിരജ വിജയ ദേവിദാസി എന്നുള്ള നാമം തന്നെയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ആ രീതിക്ക് വേണം മറ്റാരെങ്കിലും എന്നെ അഭിസംബോധന ചെയ്യുമ്പോഴും അവർ ഏത് നാമം തന്നെ ഉപയോഗിക്കണം? വിരജ വിജയ ദേവിദാസി എന്നുള്ള നാമം തന്നെ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യണം. നമ്മളും അത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ ഞാനിത് കയറുമ്പോൾ നമ്മൾ ഇത് സൂമിലും ഗൂഗിളിലൊക്കെ പേരിന്റെ ഭൗതിക നാമമായിരിക്കും കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തതാണ് അല്ലെ. ആ പേരായിരിക്കും അതിൽ കിടക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം കയറുമ്പോൾ റീനെയിം കൊടുത്ത് പേര് മാറ്റിയിട്ടാണ് കയറുന്നത്. അങ്ങനെയാണ് കയറുന്നത്. ഗൂഗിളിൽ ചിലപ്പോൾ അത് പറ്റാറില്ല. സൂമിലാണെങ്കിൽ അത് പറ്റുന്നുണ്ട്. അപ്പൊ റീനെയിം കൊടുത്ത് നമ്മൾ കാരണം എന്താ? നമ്മൾ ഭൗതികതയിലും ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ ആധ്യാത്മിക നാമം എഴുതി വെക്കാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മളെ ഡോക്യുമെന്റ്സ് അത് ഇതൊക്കെ എപ്പോഴും എന്ത് തന്നെയാണ്? ഭൗതിക നാമത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പേര് അവിടെ ആവശ്യമായിട്ട് വരും. പക്ഷെ നമ്മൾ ഇതുമായിട്ട് ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഏത് പേര് തന്നെ ഉപയോഗിക്കണം? നമുക്ക് കിട്ടിയ ഹരിനാമദീക്ഷ സമയത്ത് കിട്ടിയ പേര് തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. ഹരേ കൃഷ്ണ. ഒരാൾ സ്വയം പുകഴ്ത്തുകയോ സ്വന്തം നേട്ടത്തെക്കുറിച്ചോ യോഗ്യതകളെ കുറിച്ചോ മറ്റ് ഭക്തരോട് വീമ്പിളക്കുകയോ ചെയ്യരുത്. അപ്പൊ നമ്മൾ ഭൗതികതയിൽ നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, ആധ്യാത്മികതയിലും എന്തെങ്കിലും നേട്ടം നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ആരുടെ കരുണ മൂലമാണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയതാണ് അല്ലെ. അപ്പൊ നമുക്ക് നല്ല ഉദ്യോഗം കിട്ടി, നല്ല കുടുംബം കിട്ടി അല്ലെ, മക്കൾ നല്ല കുട്ടികളെ കിട്ടി. ഇതൊക്കെ എന്തായിട്ട് വരുന്നു? സാമ്പത്തികമായിട്ട് നമുക്ക് അല്ലലില്ലാതെ കഴിയാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാം ഭഗവാന്റെ കൃപ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പഠിച്ച് ഞാൻ ഇന്ന ജോലി വാങ്ങിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ന ജോലി കിട്ടി എന്നൊന്നും ആരോട് പറയരുത്? ഭക്തരോട് വീമ്പിളക്കരുത് എന്നാണ്. നമ്മളിപ്പോ ഒരാൾ ചോദിച്ചാൽ ഞാൻ ഇന്നതായിരുന്നു എന്ന് നമുക്ക് പറയാം. അതൊരു വീമ്പിളക്കൽ പോലെ ആകാൻ പാടില്ല. ഒരാൾക്ക് നമ്മളുള്ള കാര്യം പറയുന്നു എന്നല്ലാതെ അത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു അല്ലെ. അവിടെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് വീമ്പിളക്കുന്ന തരത്തില് പറയാൻ പാടില്ല. ഞാൻ എന്തോ ആണ് എന്ന് സ്ഥാപിക്കാനായിട്ട് പാടില്ല. കാരണം എല്ലാം ഭഗവാന്റെ കൃപ. ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു യോഗ്യതയും ഇല്ലെന്ന് സ്വയം അറിയണം. നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്നത് ഗുരുവിന്റെയും വൈഷ്ണവരുടെയും കാരുണ്യം കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആധ്യാത്മികതയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതേതാണ്? നമ്മുടെ ഗുരുവിന്റെയും വൈഷ്ണവരുടെയും. ഭൗതികതയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ്. എല്ലാവർക്കും ഒരു ഗുരു അവിടെ ഉണ്ടായിരിക്കുക അല്ലെ. ഭൗതികതയിൽ നമ്മൾ സ്കൂൾ മുതൽ പഠിച്ചു വന്നപ്പോൾ നമുക്ക് എന്താണ്? നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന ഗുരുക്കന്മാർ പലരുണ്ടായിരിക്കും അല്ലെ. നമ്മളെ ശരിക്കും വഴികാട്ടിയായിട്ട് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന, നമുക്ക് ഇന്ന തരത്തിൽ പഠിക്കണം, ഇതൊക്കെ കോഴ്സിന് ചേരണം, അല്ലെങ്കിൽ ഇന്ന രീതിക്ക് പഠിച്ചാല് പരീക്ഷയ്ക്ക് എഴുതിയാല് നമുക്ക് ആ ടെസ്റ്റുകൾ വിജയിക്കാൻ പറ്റും, ഇന്ന ജോലി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക്
ഗൈഡൻസ് തന്ന ഗുരുക്കന്മാർ അവിടെ ഉണ്ടാവും അല്ലേ? അവരെ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. കാരണം എന്താണ്? അവരുടെ അനുഗ്രഹം കൊണ്ടാണ് എപ്പോഴും മാതാപിതാ ഗുരു ദൈവം നമ്മൾ പറയല്ലേ. അപ്പൊ മാതാവിന്റെയും പിതാവിന്റെയും സ്ഥാനം അതും ഏറ്റവും ഉയർന്നതാണ്. പിന്നെ ഏതാണ്? ഗുരുവിന്റെ സ്ഥാനം അതും ഏറ്റവും ഉയർന്ന. മാതാവിന്റെ സ്ഥാനം എന്താ? മാതാവാണ് നമ്മളെ പിതാവിനെ കാണിച്ചു തരുന്നത്. മാതാവ് എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ മാതാവ് പിന്നെ പിതാവ്, നമുക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ പിതാവ് തരുന്നു, കുടുംബം പുലർത്തുന്നു. അതേപോലെ തന്നെ ഗുരു നമ്മുടെ വഴികാട്ടിയാണ്. ഗുരുവാണ് നമുക്ക് ദൈവത്തെ വഴി കാണിച്ചു തരുന്നത് അല്ലേ? അപ്പൊ ആത്മീയതയിലും അതുപോലെ തന്നെ ഭൗതികതയിലും ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് അത്രയും ഒരു അനുഗ്രഹവും നേട്ടവും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇനി ഞാനും ഗുരുക്കന്മാരെ, ഭൗതികമായിട്ടുള്ള ഗുരുക്കന്മാരെ ഒന്നും മറക്കാറില്ല. കാരണം അവരുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഉയർച്ചയിൽ വരാനായിട്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. അല്ല നമ്മുടെ മാത്രം ബുദ്ധി കൊണ്ടോ നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ടോ ഒന്നും ആയിരിക്കത്തില്ല. അവരുടെ അനുഗ്രഹം ഒരു പ്രധാന ഘടകമാണ്. ഒരു ദൈവ സഹോദരനെയോ ദൈവ സഹോദരിയെയോ അസുഖമോ കുടുംബത്തിൽ വിയോഗമോ മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ വൈകാരിക സംഘർഷണത്തിലാകുകയോ ചെയ്താൽ ഒരാൾ വാക്കിലും പ്രവൃത്തിയിലും സഹായിക്കണം. അപ്പൊ നമ്മുടെ സത്സംഗത്തിലുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ അവരോടൊപ്പം സഹകരിക്കണം അല്ലേ? നമ്മൾ മാറി നിൽക്കരുത്. ഞാൻ ഭക്തിയിൽ മാത്രമേ നോക്കുകയുള്ളൂ, എനിക്ക് നാമം ജപിക്കാനുണ്ട്, അല്ലെങ്കിൽ പൂജ ചെയ്യാനുണ്ട്, ഭഗവാന് ഓഫർ ചെയ്യാനുള്ള ആഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. അപ്പൊ നമ്മൾ എന്താണ്? നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇതായിട്ട് വരുന്ന ദൈവ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള ഭക്തർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരോടൊപ്പം നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. എന്ന് വെച്ചാൽ വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കണം. ആവശ്യം നേരിട്ട് കൂടെയുള്ള സുഹൃത്ത് തീർച്ചയായും ഒരു സുഹൃത്താണ്. എ ഫ്രണ്ട് ഇൻ ഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് അല്ലേ? അപ്പൊ ഈ ശരിക്കുള്ള ഇൻ ഡീഡ്, അപ്പൊ ശരിക്കുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് എന്താണെന്ന ഇംഗ്ലീഷ് ഫ്രേസ് ആണ് അല്ലേ? അത് എപ്പോഴും എന്തായിരിക്കും? ഒരു ആത്മാർത്ഥതയുള്ള സുഹൃത്ത്. നമുക്ക് എന്ത് വന്നാലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന, നന്മയിലും നല്ലതിലും ചീത്തയിലും. ചീത്ത സമയം വരുമ്പോഴും നല്ല സമയമുള്ളപ്പോൾ കൂടെ സന്തോഷിക്കാനും, ചീത്ത സമയം വരുമ്പോൾ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനും ഒരു യഥാർത്ഥ സുഹൃത്തായിരിക്കും ഉള്ളതല്ലേ? അപ്പൊ കൃഷ്ണനാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശരിക്കുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെ ഓടിയെത്തി നമ്മളെ സഹായിക്കുന്നത് ഭഗവാനാണ്. ഭക്തർ തമ്മിലുള്ള ബന്ധം ബുദ്ധിമുട്ടുള്ള സമയത്ത് പരീക്ഷിക്കപ്പെടും. അത്തരം സംഭവ വികാസങ്ങളെ ഭൗതികമായിട്ട് നമുക്ക് അവഗണിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അത് ഭൗതികമായിട്ടുള്ള ദുഃഖമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മീയ തലത്തിലുള്ള സുഹൃത്തുക്കൾ മാത്രമാണ്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യൂ എന്ന് നമ്മൾ കരുതരുത്. ഭൗതികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കാൻ, ഉപദേശിക്കാൻ, നല്ല വാക്കുകൾ പറയാൻ, നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. അവരെ പോയി സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫോണിലൂടെ അങ്ങനെ ആശ്വസിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്തെല്ലാന്ന് ഭൗതികമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപസ്യ കൃപാ സിന്ധുഭേവ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദം.